വീണ്ടും രാജ്യത്ത് ഭയത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള പരിശോധനയാണോ ഇങ്ങനെ പാർട്ടി ഓഫീസുകളുടെ എല്ലാം മുമ്പിൽ ഈ പോലീസ് സേനയെ വിന്യസിച്ചുകൊണ്ട് മോഡിയും അമിത്ഷായും മോഹൻ ഭഗത്തും കൂടി ഉദ്ദേശിക്കുന്നതെന്നുള്ള അറിഞ്ഞുകൂടാ. എന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇല്ല, ഇത് പോലീസിന് ഇപ്പോൾ എവിടെയും വന്ന് നിൽക്കാനുള്ള അവകാശമുണ്ടല്ലോ. മനുഷ്യർക്കാണല്ലോ ഒരിടത്ത് നിൽക്കാൻ അവകാശമില്ലാത്തത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ പുറത്ത് പോലീസ് വന്ന് നിൽക്കുന്നു എന്നുള്ള വിവരം നമുക്ക് നേരത്തെ കിട്ടി. എന്തുകൊണ്ടാണെന്നുള്ളത് അറിഞ്ഞുകൂടാ. ചിലപ്പം RSSകാർ വല്ല ആക്രമണം നടത്താൻ, പാർട്ടി ഓഫീസിന് നേരെ ആക്രമണം നടത്താൻ ഉദ്ദേശിക്കുന്നത് അത് തടയാൻ വേണ്ടിയിട്ടാണോ വന്നിരിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിക്കാൻ വേണ്ടി അവിടെ MP-മാർ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ ഐഷിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോടതിയിലൂടെ എന്ത് പരിഹാരം കണ്ടെത്താൻ പറ്റുമെന്നുള്ളത് വക്കീലന്മാർ നോക്കുന്നുണ്ട്. അതുകൊണ്ട് രാവിലെ പുലർന്നതല്ലേ ഉള്ളൂ. ഇത്ര വെളുപ്പാങ്കാലത്തെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിനകത്ത് വിഷമമുണ്ട്. നിങ്ങൾ ഉത്സാഹപൂർവ്വം എത്തിയതല്ലേ. അല്ല, ഇത് ഭയത്തെ പരാജയപ്പെടുത്താൻ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ജനാധിപത്യ ശക്തികൾക്കും കഴിയുമെന്ന് ഇക്കഴിഞ്ഞ ജന്തർ മന്തർ സമരത്തിലൂടെ തെളിയിച്ചു. CJPയും SFIയും ISയും ISFും ജനങ്ങളും മാധ്യമങ്ങളും ഒക്കെ വലിയ പങ്ക് വഹിച്ചു. വീണ്ടും രാജ്യത്ത് ഭയത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള പരിശോധനയാണോ ഇങ്ങനെ പാർട്ടി ഓഫീസുകളുടെ എല്ലാം മുമ്പിൽ ഈ പോലീസ് സേനയെ വിന്യസിച്ചുകൊണ്ട് മോഡിയും അമിത്ഷായും മോഹൻ ഭഗത്തും കൂടി ഉദ്ദേശിക്കുന്നതെന്നുള്ള അറിഞ്ഞുകൂടാ. എന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം.